ഓട്ടോകാഡിൻ്റെ മൂന്നാം പാർട്ട് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. പ്ലാൻ വരക്കുന്നത് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു ടൂൾ പരിചയപ്പെടാം. കൺസ്ട്രക്ഷൻ ലൈന് XL എന്നാണ് അതിൻ്റെ ഷോർട്ട് കീ. XL എന്ന് പ്രസ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സ്റ്റാർട്ടും എൻഡും ഉണ്ടാവില്ല. അപ്പോൾ പ്ലാൻ വരക്കാൻ തുടങ്ങാം. XL എന്ന് കൊടുത്ത് എൻ്റർ കൊടുക്കുക. അതിനുശേഷം ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ ലൈന് വേണ്ടതെന്ന് കൊടുക്കുക. ഞാനിവിടെ ഹൊറിസോണ്ടൽ കൊടുത്ത് XL എൻ്റർ എൻ്റർ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ വെർട്ടിക്കലിന് വേണ്ടിയിട്ട് XL എൻ്റർ V എൻ്റർ കൊടുത്തിട്ട് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ചുമര് വരയ്ക്കുന്നതിന് അതിൻ്റെ പുറത്തോട്ട് 20 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യണം. 20 വരുന്ന ചുമരിൻ്റെ വിടുത്ത്. അതിനു വേണ്ടിയിട്ട് O എന്ന് പ്രസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക, എന്നിട്ട് 20 എന്ന് കൊടുക്കുക, എൻ്റർ കൊടുക്കുക, എന്നിട്ട് വെർട്ടിക്കൽ ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് പുറത്തോട്ട് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഹൊറിസോണ്ടലിലും ക്ലിക്ക് ചെയ്തിട്ട് പുറത്തോട്ട് ക്ലിക്ക് ചെയ്യുക. അടുത്തത് റൂമിൻ്റെ ഉൾവശത്തിൻ്റെ അളവാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ പ്ലാനിൽ 300 റൂമിൻ്റെ ഉൾവശം വരുന്നത്. പിന്നെ ഓഫ്സെറ്റ് 300 ഓഫ്സെറ്റ് ചെയ്യുക, രണ്ട് സൈഡ് കിട്ടും. അതുപോലെ വാൾ 20 പുറത്തോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. പിന്നീട് ആവശ്യമില്ലാത്ത ഭാഗം ട്രിം ചെയ്യുക. TR എന്ന് പ്രസ് ചെയ്ത് എൻ്റർ കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത ട്രിം ചെയ്ത് കളയാം. അടുത്തത് ഡോറിൻ്റെ അളവാണ്. ഡോറിന് നോർമലായിട്ട് 90 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. ഒരു ചെറിയ ലൈൻ വരച്ചിട്ട് 90 ഓഫ്സെറ്റ് ചെയ്തിട്ട് നടുകിലെ ഭാഗം ട്രിം ചെയ്ത് കളയുക. അടുത്തതായിട്ട് തറയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അകലമാണ്. അത് ചുമരിൽ നിന്നും 5 സെൻറ്റിമീറ്റർ പുറത്തോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. അതുപോലെ സൺസൈഡിൻ്റെ ഭാഗത്ത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് 60 സെൻറ്റിമീറ്റർ ചുമരിൽ നിന്നും പുറത്തോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ ലൈനുകൾ കൂട്ടി യോജിപ്പിക്കുക. F എൻ്റർ, R എൻ്റർ, 0 എൻ്റർ കൊടുത്തിട്ട് ഏത് ലൈനുകളാണോ ജോയിൻ്റ് ചെയ്യേണ്ടത് ആ ലൈനുകൾ ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിന് വേണ്ടിയിട്ട് T എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക.
എവിടെ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്താ വേണ്ട ടെക്സ്റ്റ് എന്ന് വെച്ചാൽ എഴുതുക. ഞാനിവിടെ ബെഡ്റൂം എന്ന് എഴുതിയിട്ട് എൻ്റർ കൊടുത്തിട്ട് 300 × 300 എന്ന് കൊടുക്കുന്നുണ്ട്. ഇൻറ്റുവിന് പകരം എക്സ് കൊടുക്കുക. മുകളിൽ ഫോണ്ടും കളറൊക്കെ മാറ്റാനുള്ള സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് കളറും ഫോണ്ടൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. ബോൾട്ട് കൊടുക്കണമെങ്കിൽ ബോൾട്ട് കൊടുക്കുക, ഇറ്റാലി കൊടുക്കണമെങ്കിൽ ഇറ്റാലി കൊടുക്കുക. പിന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അവിടെ പോയിട്ട് സൈസ് എത്ര വേണ്ട വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. എത്രയോ സൈസ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തിട്ട് എൻ്റർ കൊടുത്താൽ മതി. അടുത്തതായിട്ട് റൂഫ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് എക്സൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് 45 ഡിഗ്രി എന്നതിന് പകരം എക്സൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. 45 എന്ന് കൊടുക്കുക. എന്നിട്ട് കോർണറിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റേ കോർണറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് -XL എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ കൊടുക്കുക. പിന്നീട് ആവശ്യമില്ലാത്ത ഭാഗം ട്രിം ചെയ്ത് കളയുക. പിന്നീട് 2 ലൈനുകൾ കൂടി ചേരുന്ന ഭാഗത്ത് നിന്ന് ഷബലിലോട്ട് ഒരു ലൈൻ വരക്കുക. അടുത്തതായിട്ട് ജനൽ വരക്കുന്നതിന് വേണ്ടിയിട്ട് ജനലിൻ്റെ വൃത്ത് 150 സെൻറ്റിമീറ്റർ 150 എന്ന് കൊടുക്കുക. പിന്നെ 20 സെൻറ്റിമീറ്റർ പിന്നീട് 150 പിന്നെ 20 നടുകിലൂടെ ഒരു ലൈന് വരക്കുക. എന്നിട്ട് 3 ഓഫ്സെറ്റ് ചെയ്ത് 50 50 50 3 കള്ളി ജനാലക്ക് 50 50 50 തുല്യമായിട്ട് ഭാഗിക്കുക. അടുത്തതായിട്ട് ഈ ചെയ്ത വിൻഡോയെ ബ്ലോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് B എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ കൊടുക്കുക. നെയിം എന്നെടുത്തത് വിൻഡോ 3 ഞാൻ W3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സെലക്ട് ഒബ്ജക്റ്റ് കൊടുക്കുക. സെലക്ട് ചെയ്യുക. എൻ്റർ കൊടുക്കുക. പിക്ക് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് റിപ്ലൈ വന്നത്. അത് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് I പ്രസ് ചെയ്ത് എൻ്റർ കൊടുത്താൽ മതി. എന്നിട്ട് വേണ്ട ഭാഗത്ത് കൊടുത്ത പേര് സെലക്ട് ചെയ്യുക. W3 എന്ന് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. വേണ്ട ഭാഗത്ത് ഇൻസേർട്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ഫുൾ പ്ലാന് എങ്ങനെ വരക്കുന്നത് നോക്കാം. അതിന് കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ വരച്ച് നോക്കുക. വരക്കാൻ നിന്നാൽ വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നതാണ്, അതുകൊണ്ട് കുറച്ച് കാണിച്ചു തരാം.
വരച്ചതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതാണ് പ്ലാന്. നമുക്ക് വരച്ച് നോക്കാം. ഇനി സിറ്റ് ഔട്ടിൻ്റെ അളവാണ്. സിറ്റ് ഔട്ട് 360 × 220. 360 എന്നുള്ളത് ഹൊറിസോണ്ടലായിട്ടും മറ്റേത് വെർട്ടിക്കലായിട്ടുമാണ് അതിൻ്റെ അളവ് വരുന്നത്. അടുത്തത് വരുന്ന ബെഡ്റൂമാണ്. ബെഡ്റൂം 280 × 330. അത് വരച്ച് നോക്കാം. അടുത്തതായിട്ട് വരുന്നത് ഓഫീസ് റൂമാണ്. 280 × 330. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഡൈനിങ് ഹാളിൻ്റെ വാളിൽ നിന്ന്
പുറത്തോട്ട് 330 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ഭാഗം നിങ്ങൾ വരച്ച് നോക്കുക. നോക്കിയിട്ട് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. കമൻറ്റിലൂടെ ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ്. ഈ വീഡിയോക്ക് മുമ്പ് ഞാൻ 2 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടൂൾസുകളൊക്കെ ആയിട്ട്. കാണാത്തവരത് കാണുക. അഭിപ്രായം അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.